ഹായ് ഗൈസ്, ICT 2022 മലയാളം വേർഷനാണ് ഈ ഒരു 7 പാർട്ടായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്കുള്ള പാർട്ടിലും നമ്മൾ ഓൾമോസ്റ്റ് 44 വീഡിയോസ് ഉണ്ട് ICTയുടെ 2022 മോഡല്. ആ ഒരു വീഡിയോ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന മലയാളം വേർഷനാണ് നിങ്ങൾ കാണുന്നുണ്ടാകാം. പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വീഡിയോസിൽ സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പുള്ളിയുടെ ആ ഒരു സെറ്റപ്പ്, അതേപോലെ തന്നെ എൻട്രി മോഡൽസ് പുള്ളിയുടെ തന്നെ ചാർട്ടിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ ഒരു ICTയുടെ സ്ട്രാറ്റജി ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഒരു വേർഷനാണ് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു വീഡിയോ കണ്ട് സ്റ്റാർട്ട് ചെയ്യലാണെന്നുണ്ടെങ്കിൽ എപ്പിസോഡ് 1 തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് വരിക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ട് വരുള്ളൂ. വളരെ ഈസി ആയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കുറച്ച് ബുദ്ധിമുട്ടൊരു വീഡിയോ തോന്നിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണുന്ന സമയത്ത് അത് മൊത്തത്തിൽ ക്ലിയർ ആവുന്ന രീതിയിലാണ് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ ഇവിടെ പേഴ്സണലി എടുത്തുള്ള ട്രേഡ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. ഒരു ന്യൂസ് ടൈം എങ്ങനെ ട്രേഡ് എടുക്കാം, എക്കണോമിക് കലണ്ടർ നോക്കിയിട്ട് എങ്ങനെ ട്രേഡ് പ്ലേസ് ചെയ്യാന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കുറെ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല, ന്യൂസിന്റെയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. എങ്ങനെ ഒരു എക്കണോമിക് കലണ്ടറിലെ ന്യൂസസ് ബേസ് ചെയ്തിട്ട് നമുക്ക് എൻട്രി മോഡൽസും ഓപ്പണിംഗ് ബേസ് ചെയ്തിട്ട് എടുക്കാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പുള്ളിയുടെ തന്നെ ചാർട്ടിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്ത് സംസാരിക്കാറുള്ളത്. അത് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡിസ്കോഡ് ഉണ്ട്, അവിടെ പേഴ്സണലായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളെല്ലാം ചോദിക്കാവുന്നതാണ്. അതേപോലെ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5,000 to 100K വരെയുള്ള പ്രോഫോം അക്കൗണ്ട് ചാലഞ്ച് പാസ് ചെയ്യുന്ന രീതിയിൽ. പക്ഷെ അത് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ഒരു അക്കൗണ്ട് ഫെയിൽ ആകുകയും അതിനുശേഷം വീണ്ടും ഒരു അക്കൗണ്ട് എടുത്ത് ഞാൻ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ചെയ്ത് പോയിട്ടില്ല. അതിൽ റീസൺ ഒന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരു അക്കൗണ്ട് പാസ് ചെയ്യുന്ന ലെവലിലെത്തിയ സമയത്ത് എനിക്ക് അവരുടെ ടെക്നിക്കലി ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഒരു എന്താ പറയുക, ഒരു ചാലഞ്ച് നിർത്തി വെക്കുകയാണ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഞാൻ അതിൽ ഫോക്കസും കാര്യങ്ങളും ചെയ്തില്ല. റീസൺ ഒന്ന് അതാണ്. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രൈസ് ആക്ഷൻ രണ്ടും അത് നവംബർ ഡിസംബർ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ വളരെ വീക്ക് ആയതുകൊണ്ട് തന്നെ ട്രേഡ്സോ കാര്യങ്ങളൊന്നും ഞാൻ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡിസ്കോഡിലും ആക്റ്റീവും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി തൊട്ട് നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ കുറെ ഗീവ് അവേസും കാര്യങ്ങളെല്ലാം ഞാൻ പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ടർ അക്കൗണ്ടിന്റെയും കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ICT കാര്യങ്ങൾ പഠിക്കാം, ഒരുമിച്ച് നല്ല രീതിയിൽ ഗ്രോ ആവാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് എന്താണ് ഇന്നത്തെ ക്ലാസ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കാം. 2022 ICT മെന്റർഷിപ്പിൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ഓപ്പണിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഞാൻ ഇതേ മോഡലിൽ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. സെയിം എക്സാക്റ്റ് ആയിട്ട് ഇതേപോലെയല്ല, കുറച്ച് ഡിഫറൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു 1:2 രീതിയിലുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുണ്ടാകും. ഞാൻ അത് വീഡിയോന്റെ അവസാനം നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു എൻട്രിയും അതേപോലെ തന്നെ എക്സിറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാൻ ഫണ്ടഡ് അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഫോറക്സ് കലണ്ടർ എങ്ങനെ ആക്സസ് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കി എടുക്കാം. നമ്മളിപ്പോൾ ഗൂഗിളിലോ ക്രോമിലേക്ക് പോയതിന് ശേഷം ഫോറക്സ് ഫാക്ടറി ന്യൂസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഏരിയ വരും. അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മൺഡേ ടു ഫ്രൈഡേ ഉള്ള ന്യൂസസ് കാണാൻ പറ്റും. കണ്ടോ, മൺഡേ ഉള്ള ന്യൂസസ്, ചൊവ്വാഴ്ച ഉള്ളത്, ബുധനാഴ്ച ഉള്ളത്, വ്യാഴാഴ്ച ഉള്ളത്, വെള്ളിയാഴ്ച ഉള്ളത്. ഓക്കെ, ഇന്നത്തെ ദിവസം ഇന്ന് ഫ്രൈഡേ ആണ്. ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഏതൊക്കെയാണ്? എംപ്ലോയ്മെന്റ് ചേഞ്ചസ് ഉണ്ട്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് ന്യൂസസും കാര്യങ്ങളും ഇവിടെ കാണുന്നുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് ടൈം കാണാൻ പറ്റും. ഈ ഒരു ടൈം ഇന്ത്യൻ ടൈം ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 7 മണിക്കാണ് നമുക്ക് ന്യൂസ് വരുന്നുണ്ടാകാം. UTC -5 ബേസ് ചെയ്തിട്ടുള്ള ടൈം അല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, നിങ്ങൾക്ക് കളേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. റെഡ്, ഓറഞ്ച്, യെല്ലോ ഇവിടെ കാണുന്നില്ല. ഓക്കെ, യെല്ലോ പറഞ്ഞിട്ടുള്ള ഒരു കളറും കൂടി ഉണ്ട്. അതായത് യെല്ലോ കളർ ലോ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ന്യൂസസും, ഓറഞ്ച് കളർ ഒരു മീഡിയം ഇമ്പാക്റ്റും, റെഡ് എന്ന് പറയുന്ന ഒരു കളർ കാണില്ലാന്നുണ്ടെങ്കിൽ ഹൈ ഇമ്പാക്റ്റ് ആണ്. പ്രോഫോമിലും ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ, ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അറിയായിരിക്കും. ഈ ഒരു ടൈം കൂടുതൽ പ്രോഫേംസും അവരുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അലോ ചെയ്യുന്നില്ല. റൂൾസും കാര്യങ്ങളും ആ ഒരു രീതിയിലായിരിക്കും ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ ഒരു ഗ്രേ കളർ കാണിക്കുന്നത് ബാങ്ക് ഹോളിഡേസിനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഈ ഒരു കറൻസീസ് എന്ന് പറഞ്ഞ സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് കറൻസീസിൻ്റെയാണ് ന്യൂസസ് ഉള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നോക്കലാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഒരു റെഡ് ഫോളർ ന്യൂസസ് ആണ് കാണാൻ പറ്റുന്നത്. 7 മണിക്ക് ഇന്ത്യൻ ടൈം 7 മണിക്കാണ് ഈ ഒരു ന്യൂസസും കാര്യങ്ങളും കൂടുതലും ഇമ്പാക്റ്റ് ആകുന്നത്. ഏത് കറൻസീസിനാണ്? USD ബേസ് ചെയ്തിട്ടുള്ള കറൻസീസിനാണ് കൂടുതലായിട്ടും ഇമ്പാക്റ്റ് വരുന്ന ന്യൂസസ് കാണാൻ പറ്റുന്നത്. NFP വീക്കാണ്, ന്യൂ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ചസ് വരുന്ന ന്യൂസാണ്. ഓക്കെ, അപ്പോൾ വളരെ ഹൈ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ CAD-ന്റെയും ന്യൂസസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ICT നമുക്ക് കാണിച്ചു തരുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. 1 സെക്കൻഡ്. ഓക്കെ,
അപ്പോൾ പുള്ളി ഈ ഒരു ന്യൂസ് ഇവൻ്റുള്ള സമയത്ത് കണ്ടോ, ഇവിടെ യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. ഈ ഒരു ന്യൂസ് ഇവൻ്റ് സമയത്ത് പുള്ളി ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രേഡ് എടുത്ത കാര്യങ്ങളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓപ്പണിംഗ് അതേപോലെ തന്നെ ക്ലോസ് ബേസിലെ ഡെയിലി ബയാസിൻ്റെ ഡൗട്ട് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട് ബാർ ചാർട്ട് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നാസ്ഡാക്കിൻ്റെ ഹണ്ടർ ഈമനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ചർച്ച ചെയ്തിട്ടുള്ള ഏരിയാസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് കണ്ടുവരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ പ്യുവറായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. ഈ ഒരു ഏരിയയിൽ സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്കൺ ചെയ്ത് ഈ ഒരു ഹൈയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു ഹൈ ടു ഈ ഒരു ലോ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രീമിയം ഏരിയ നിന്നാണ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ നിന്ന് എങ്ങനെ ട്രേഡ് എടുക്കാന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. ഈ ഒരു ഏരിയയിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബൈ ട്രേഡ് എങ്ങനെ എടുക്കാന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിപ്പോൾ നോക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നല്ല രീതിയിലൊരു സെൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 2022 മോഡലിൽ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ലിക്വിഡിറ്റി ലെവലായിട്ട് നമുക്ക് ഈ ഒരു ലോയും സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് നോക്കിക്കൊണ്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ഒരു ദിവസത്തെ ക്യാൻഡിൽ ഈ ഒരു റെഡ് ക്യാൻഡിൽ ഓപ്പൺ ആകുന്ന എങ്ങനെയായിരിക്കണം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് ഉള്ളത്, ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു ഓപ്പണിംഗ് ഉണ്ടാവും അല്ലേ. ഒരു ക്യാൻഡലിന് എപ്പോഴും ഒരു ഓപ്പണിംഗ് ഉണ്ടാവും 24 hours കഴിയുന്ന സമയത്ത്. അതിനുശേഷം എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവും, ഒരു മാനിപ്പുലേഷൻ സംഭവിക്കുന്നുണ്ടാവും അല്ലേ, അപ് സൈഡിലേക്ക് ഒരു മൊമെന്റം സംഭവിക്കുന്നുണ്ടാവും. ഈ ഒരു സമയത്തിന് ശേഷം ആയിരിക്കും പ്രൈസ് ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് വരുന്നുണ്ടാവുക. ക്ലോസ് സംഭവിക്കുന്നത് ഒരു ലോ ക്രിയേറ്റ് ആയി വീണ്ടും തൊട്ടടുത്തുള്ള ഒരു ഹൈയിലായിരിക്കും ഒരു ക്ലോസ് സംഭവിക്കുന്നുണ്ടാവുക. ക്ലിയർ? ഓൾമോസ്റ്റ് എല്ലാ ക്യാൻഡിൽ സിക്സും അതേപോലെ തന്നെ ആയിരിക്കും. നമുക്ക് ഇവിടെയുള്ള ക്യാൻഡിൽ തൊട്ട് ഡൗൺ സൈഡ് വരുമെന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. പ്രൈസ് ഹൈ ലെവലിലേക്ക് പോകുന്നു, ഡൗൺ സൈഡിലേക്ക് വരുന്നു, ചെറിയൊരു ലോ ക്രിയേറ്റ് ആക്കി അതിന് തൊട്ട് മുകളിലൊരു ഹൈയിൽ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ആവുന്നു, ലോ ക്രിയേറ്റ് ആവുന്നു, ഈ ഒരു ലോന്റെ തൊട്ട് മുകളിലോട്ടായിട്ട് ക്ലോസ് കിട്ടുന്നു. ഇവിടെ വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ആവുന്നു, ലോ ക്രിയേറ്റ് ആവുന്നു, തൊട്ട് മുകളിലായിട്ട് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡെയിലി ബയാസ് ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ക്യാൻഡിൽസിന്റെ അനാലിസിസ് ബേസ് ചെയ്തിട്ട് ലോവർ ടൈം ഫ്രെയിം പോയിട്ട് എൻട്രി എടുക്കേണ്ടത്. നമുക്ക് ഈ ഒരു ബാർ ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് പെട്ടെന്നൊന്നും മനസ്സിലാകുന്നുണ്ടാവില്ല. കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മൾ മനസ്സിലാക്കാനും വേൾഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ക്യാൻഡിൽസ് ചാർട്ടാണ്. ബാർ ചാർട്ടായിരുന്നു ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ICT പറഞ്ഞത് 1992 സമയങ്ങളിൽ പുള്ളി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ബാർ ചാർട്ടായിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ കുറച്ചും കൂടി വിയേർഡായിട്ടും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചാർട്ടാണ്. പക്ഷേ നമുക്ക് ഇതിന്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസ് ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇപ്പം എക്സാമ്പിളായിട്ട് ഈ ഒരു ഏരിയ എടുത്ത് നോക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈന് ലെഫ്റ്റ് സൈഡിലെ ലൈനിന്റെ എവിടെ നിന്നാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ലോ ക്രിയേറ്റ് ആകുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു ഹൈ ലെവലിലേക്ക് പോയിട്ടുണ്ട്, ലോ ലെവലിലേക്ക് വന്നിട്ടാണ് പ്രൈസ് ക്ലോസ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് വീണ്ടും ഒരു ലെവലിൽ നിന്ന് ഓപ്പൺ ചെയ്തു, ലോ പോയി അപ്പ് സൈഡിലേക്ക് പോയിട്ട് വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ആയിട്ടാണ് ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ ഡെയിലി ബയാസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്കുള്ള ബൈ സൈഡ് ആൻഡ് സെൽ സൈഡ് ലിക്വിഡിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലുള്ള ബൈ സൈഡ് ലിക്വിഡിറ്റിയിലേക്ക് പോകും നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഒരു ഏരിയയിലുള്ള സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് നോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് നോട്ട് ചെയ്ത് നെക്സ്റ്റ് ലെവൽ ഏതായിരിക്കും, നമുക്ക് നെക്സ്റ്റ് പ്രീമിയം ഏരിയയിലേക്കുള്ള റണ്ണും അതേപോലെ തന്നെ ബൈ സൈഡ് ലിക്വിഡിറ്റി വരെയുള്ള റണ്ണും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്വിംഗ് ഹൈ വരെ ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി വരെ മൂവ്മെന്റ് വരുന്ന അപ്പ് ക്ലോസ്ഡ് ക്യാൻഡിൽ ആയിരിക്കില്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും അവിടെ മൂവ്മെന്റ് വരുന്നുണ്ട് ആ ക്യാൻഡിൽസ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും, ലോ ക്രിയേറ്റ് ആവുന്നു, ഹൈ പോകുന്നു, ആ ഒരു ഹൈൻ്റെ തൊട്ട് താഴെയായിട്ട് ക്ലോസ് കിട്ടുന്നു, വീണ്ടും ഒരു ഓപ്പണിംഗ്, ഒരു മാനിപ്പുലേഷൻ ഡൗൺ സൈഡിലേക്ക് ഒരു ഹൈ ക്രിയേറ്റ് ആയിട്ട് തൊട്ട് താഴെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും അപ്പ് സൈഡിലേക്ക് പോകുന്നുണ്ടാകുക. നമുക്കിതിൽ ലോസസും വരാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. ലോസസ് പാർട്ട് ഓഫ് ദ ഗെയിം ആണ്. ആ കാര്യങ്ങളും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ലോസസ് ഉണ്ടാവും, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വ്യൂ മാറാതെ ട്രേഡ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഓവറോൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഡെയിലി ബയാസിന്റെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോഫിറ്റ് തന്നെയായിരിക്കും നമ്മൾ എക്സിറ്റ് ചെയ്യുന്നുണ്ടാകുക. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ദിവസത്തെ ആ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്ന ദിവസത്തെ നമുക്ക് ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്ന ദിവസത്തെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചൊന്ന് സംസാരിക്കാം. എങ്ങനെയാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി ന്യൂസ് ബേസ് സമയത്ത് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു ഏരിയയിലെ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചെല്ലാം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഏരിയയിൽ ക്രിയേറ്റ് ആയിട്ടുള്ള ഈ ഒരു സെറ്റപ്പിലായിരിക്കും നമ്മൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ടാകാം. ക്ലിയർ? അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു ഏരിയ നോക്കാം. പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോകുന്നുണ്ട്.
ഈ ഒരു 2 ലൈന് കാണുന്നത് അതും കൂടി ഒന്ന് പറഞ്ഞുതരാം. ഈ ഒരു 2 ലൈൻ കണ്ടോ, ഈ ഒരു ഏരിയ ആണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് ടാപ്പ് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് ടാപ്പ് ചെയ്ത് ഈ ഒരു ഏരിയയിലുള്ള എൻട്രി മോഡൽസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ വീഡിയോയിൽ. നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് വരിക. ഓൾമോസ്റ്റ് വീഡിയോ നല്ല ലെങ്ത് ആയിട്ട് പോകും ഈ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് വരാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ദിവസത്തെ എങ്ങനെയാണ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി എടുക്കാമെന്നാണ്. ഈ ഒരു ബെയറിഷ് ക്യാനിൽ നമ്മൾ ന്യൂസ് ബേസ് എടുത്തിട്ട് എങ്ങനെയാണ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി എടുക്കാമെന്നാണ്. അതേപോലെ തന്നെ ഞാൻ എടുത്ത ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പ്ലേ ആക്കിയിട്ട് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പ്രൈസ് അപ് സൈഡിലേക്ക് പോകുന്നുണ്ട്. ഇമീഡിയറ്റ് ആയിട്ട് റിവേഴ്സ് വന്നിട്ട് ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കാണുന്നുണ്ട്. നമ്മൾ എൻട്രീസ് നോക്കുന്ന ഏത് ടൈമാണ്? വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ 8:30 ശേഷമാണ് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നോക്കാറുള്ളത് അല്ലേ. അപ്പോൾ 8:30 ശേഷം നമ്മൾ എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ടാകുക എന്തായിരിക്കും? 8:30 വന്നുള്ള ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടാകും. അതേപോലെ തന്നെ നമുക്കൊരു PDR ഹയർ ടൈം ഫ്രെയിമിൽ കിട്ടിയ ആ ഒരു ഏരിയ നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ഒരു ഏരിയ, ഈ ഒരു പോയിന്റ് ചെയ്തിട്ടുള്ള ഏരിയ നമുക്ക് കുറച്ചും കൂടി സൂം ചെയ്താൽ കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, പ്രൈസ് ഇവിടെ നമുക്ക് റാലി തന്നിട്ടുണ്ട്. പ്രൈസ് അതിനുശേഷം നമുക്ക് ഇമ്പൾസീവ് ആയിട്ട് ഒരു ഡൗൺ ക്ലോസ്ഡ് ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടൈം നമ്മൾ നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമെല്ലാം ഏതാണ്? ലണ്ടൻ്റെ ടൈമാണ്. നമ്മൾ ഫ്യൂച്ചേഴ്സിലും കൂടുതലായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടാകുക ഏത് ടൈം ആയിരിക്കും? ന്യൂ ടൈം ബേസ് ചെയ്തിട്ടായിരിക്കും. 8:30 ശേഷമായിരിക്കും നമ്മൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നുണ്ടാകുക. അത് ബേസ് ചെയ്ത് നോക്കലാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരുന്നു. വീണ്ടും പ്രൈസ് ഒരു ഹൈ ക്രിയേറ്റ് ആക്കുന്നുണ്ട് ലണ്ടൻ്റെ സമയത്ത്. കണ്ടോ, ഈ ഒരു 3 o'clock എന്നുള്ളൊരു സമയം ലണ്ടൻ്റെ ടൈമാണ്. 2 മുതൽ 5 വരെയാണ് ലണ്ടൻ്റെ ടൈം വരുന്നത്. നോട്ട് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ. അതിനുശേഷം പ്രൈസ് നല്ല രീതിയിൽ ഡൗൺ സൈഡിലേക്ക് വരുന്നുണ്ട്. പ്രൈസ് വീണ്ടും കൺസോളിഡേറ്റ് ചെയ്ത് അപ്പ് സൈഡിലേക്ക് പോയിട്ട് ഈ ഒരു ഏരിയാസിൽ നിന്നാണ് നമ്മൾ എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നുണ്ടാവുക. അതിനുശേഷം നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ഏരിയയിൽ പ്ലേ അപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഏതായിരിക്കണം നമ്മൾ ടാർഗറ്റ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഷോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് ബേസ് ചെയ്തിട്ടാണ്? നമ്മൾ ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിലെ PDRയിലാണ്. ഡെയിലി ബേസിൽ ബെയറിഷ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതേപോലെ ലോ ടൈം ഫ്രെയിമിലെ കൺഫർമേഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് നോക്കേണ്ടത്? ഈ ഒരു മൾട്ടിപ്പിൾ ലോസ് നമുക്ക് ടാർഗറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലോ ആയിരിക്കണം നമ്മൾ ടാർഗറ്റ് ചെയ്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാകാം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നമ്മൾ 8:30 ഒരു ഓപ്പണിംഗ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 00 ടൈമിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ഒരു മാർക്ക് ചെയ്യാനുള്ള റീസൺ? UTC -5 ഡേ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തതായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടാകുക. ഈ ഒരു 00 ടൈമിംഗ് ആയിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ നമ്മൾ മാനിപ്പുലേഷൻസ് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് ഈ ഒരു ഏരിയയിലാണെന്ന് വിചാരിക്കാം. അതിനുശേഷം മാനിപ്പുലേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് പോയിന്റിന്റെ മുകളിലോട്ടായിരിക്കും? ഓപ്പണിങ്ങിന്റെ മുകളിലോട്ടായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാകുക അല്ലേ. ഓപ്പണിങ്ങിന്റെ മുകളിലോട്ടേക്കായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാകുക. അപ്പോൾ ഈ ഒരു ഓപ്പണിംഗ് എന്നുള്ളൊരു ഏരിയ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടാകുക 00 ടൈമിംഗ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു 00 ടൈമിംഗ് ആയിരിക്കും നമ്മൾ ഓപ്പണിംഗ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടാകുക. ഇതിന്റെ മുകളിലോട്ടേക്കുള്ള റൺ ആയിരിക്കും നമ്മൾ മാനിപ്പുലേഷൻ ആയിട്ട് ബെയറിഷ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടാകുക. ക്ലിയർ? അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഈ ഒരു സിനാരിയോയിൽ ഇവിടെ ഓപ്പൺ ചെയ്തു. 00 ടൈമിംഗ് നമ്മൾ നോക്കി. അതിനുശേഷം നമ്മൾ ട്രേഡ് എടുക്കുന്ന ടൈമും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ്. നമ്മൾ 8:30 ശേഷമായിരിക്കും ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഫ്യൂച്ചേഴ്സിൽ പ്ലേസ് ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ആയി പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നു. ഇവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റും കാര്യങ്ങളെല്ലാം ഈ ഒരു ഏരിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. വീണ്ടും നമുക്ക് ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പ്രൈസ് വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ആയി ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഹൈ പോയ സമയത്ത് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നതാണ്. നമുക്കത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ എടുത്തിട്ടുള്ള ടൈം ഫ്രെയിം 5 minutes ആണ്. 5 minutes ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഇമ്പൾസീവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പ്രൈസ് വീണ്ടും ഒരു ഹൈ വന്ന സമയത്ത് നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ലോജിക്കലി നോക്കുന്ന സമയത്ത് നമ്മുടെ ടൈമിന് മുമ്പായിരുന്നു ആ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടാകുക. പക്ഷെ നമ്മൾ ആ ഒരു ടൈമിന് എൻട്രി എടുക്കുന്നില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ടേക്കൻ ഔട്ട് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഓപ്പൺ ബേസ് ചെയ്തിട്ട് പവർ ഓഫ് 3 ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി എടുക്കുന്നത് അല്ലേ. ഓൾറെഡി നമുക്കൊരു ബൈ സൈഡിൽ കൂടി ടേക്കൻ ഔട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ്മെന്റും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എവിടെ എൻട്രി ചെയ്യാം? നമുക്ക് 8:30 സമയത്ത് ഓൾറെഡി നമുക്കൊരു സെറ്റപ്പ് ക്രിയേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു 8:30 മാനിപ്പുലേഷന് വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുള്ള ഡൗൺ ക്ലോസ്ഡ് ക്യാനിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോയിട്ട് ബൈ സൈഡിൽ കൂടി ടേക്കൻ ഔട്ട് ചെയ്ത് ഇവിടുന്ന് വീണ്ടും ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മൾട്ടിപ്പിൾ കൺഫർമേഷൻ ഈ ഒരു ഏരിയ കിട്ടിയിട്ടുണ്ട്.
അതിനുശേഷം നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിന്ന് അതേപോലെ തന്നെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. ICT ട്രേഡ് ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുള്ളത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നാണ്. എന്തുകൊണ്ടായിരിക്കണം ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്? ഈ ഒരു സമയത്താണ് നമ്മൾ ബ്രേക്കർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കേണ്ടത്. ബ്രേക്കറിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി എൻ്റെ പഴയ ക്ലാസ്സസിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്കുള്ള ക്ലാസ്സിൽ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് നീണ്ടു പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ഞാൻ ഡൗൺ സൈഡിൽ കൊടുക്കാം. നിങ്ങൾക്ക് ബ്രേക്കർ അറിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് പഠിച്ചു വരാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ICT പറയുന്നത് ഈ ഒരു ഏരിയ നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ക്യാൻഡിൽസ് ആണ് ബ്രേക്കർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായ ഈ ഒരു ലെവൽസിലാണ്, അതായത് ഈ ഒരു ബ്രേക്കറിന്റെ മുകളിലാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. ടാർഗറ്റ് ആയിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ലെവൽസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാകുക. ക്ലിയർ? അപ്പോൾ ഇവിടെ എൻട്രി എടുക്കുന്നു. കണ്ടോ, 8:30 ഒരു ഹൈ പോയ സമയത്താണ് എൻട്രി എടുത്തിട്ടുള്ളത്. ഈ ഒരു മാനിപ്പുലേഷനിൽ എൻട്രി എടുത്തു, പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്ന് ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ആകുന്ന സമയത്ത് ട്രേഡ് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ട്രേഡ് എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്ത ഒരു എൻട്രി മോഡലാണ് ICT നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ള ട്രേഡ് എൻട്രി ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഈ ഒരു വീക്ക് എൻട്രി എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതേപോലെ തന്നെ ICT പുള്ളിയുടെ ട്രേഡ് പേപ്പർ ട്രേഡ് ആണ് പുള്ളി കാണിച്ചിരുന്നത്. പുള്ളിയുടെ റിയൽ അക്കൗണ്ട് അല്ല കാണിച്ചു തന്നിട്ടുള്ളത്. ഒരു $10,000 ഹായ് ഗൈസ്, ഞാൻ എടുത്ത ട്രേഡാണ്. എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫോണിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. റെക്കോർഡിംഗ് ബട്ടൺ ഓപ്പൺ ശേഷമായിരുന്നു ഞാൻ എടുത്തിട്ട് ഞാൻ വിചാരിച്ചു റെക്കോർഡ് ആകുന്നതിൻ്റെ വെച്ചിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എടുക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഓപ്പണിങ്ങിന് ശേഷമുള്ള അപ്സൈഡിലേക്കുള്ള ഒരു മാനിപ്പുലേഷൻ ന്യൂയോർക്ക് ടൈമിൽ യൂറോയിലാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്, ഫ്യൂച്ചേഴ്സിലല്ല. അതിനുശേഷം നമുക്ക് 8:30 നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് ഒരു മിറ്റിഗേഷനും അതേപോലെ തന്നെ ഒരു സ്വിംഗ് ഹൈ ബ്രേക്കിന് ഔട്ടും ഒരു ബൈ സൈഡിൽ കുറ്റി ടേക്കിൻ ഔട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ജോബ് ഓപ്പണിങ്ങിൻ്റെ ഫോൾ ന്യൂസിൻ്റെ ബേസ് ചെയ്തിട്ടായിരുന്നു ഞാൻ ഷോർട്ട് ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. 1:2 ആയിരുന്നു ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ടാർഗറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി കണ്ടു മനസ്സിലാക്കി അതേപോലെ തന്നെ ട്രേഡും കാര്യങ്ങളെല്ലാം അച്ചീവ് ആയിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രേഡ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 15-20 മിനിറ്റ്സ് ആയിരുന്നു ഞാൻ ആ ട്രേഡ് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.